ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ ടിപ്സാണ്. അതെന്നാന്ന് പറയുന്നില്ല, വീഡിയോയിലോട്ട് കടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാലോ. ടിപ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ടിപ്സ് എന്നുള്ളത്. എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കിക്കേ. നമ്മുടെ ഇതിനകത്ത് ചേട്ടൻ പറയുന്ന പോലെ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ നോക്കിക്കേ എന്ന് പറയുന്ന പോലെ. അപ്പം ഇന്നത്തെ ടിപ്സ് എന്നാന്ന് വീഡിയോയിലോട്ട് പോകുമ്പോൾ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോ എന്താന്ന് പോയി നോക്കാം. അപ്പൊ രാവിലെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് ആണ് ഇന്ന് ടിപ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു കമന്റിലൂടെ നമ്മുടെ പുരികം കറക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും അറിയാവോ എന്ന്. അതൊക്കെ എത്രയോ നാള് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് അപ്പം നമുക്ക് ആവശ്യമുണ്ട്. ഓരോ ദിവസവും ഓരോരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കാണിക്കാൻ ഇരുന്നല്ല. അപ്പൊ കമന്റിൽ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം എന്തെങ്കിലും ഒരു ടിപ്സ് ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വെറുതെ അമ്മയോടാണേലും പറഞ്ഞു ഇങ്ങനെ പുരികം കറക്കുന്ന ഉള്ള ടിപ്സ് നേരത്തെ തൊട്ടേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അമ്മ. കാരണം അമ്മയുടെ അമ്മയ്ക്കൊക്കെ ചെയ്ത് പണ്ടൊക്കെ കൺമഷിയോ അതൊക്കെ വെച്ച് വല്ലവരും എഴുതുവോ? ഇല്ല. അപ്പം അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടിപ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മളെല്ലാം പഴമയിലോട്ട് പോരുക അല്ലെ. ശരിക്കും പഴമക്കാരുടെ ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിനും നല്ലത്. കാരണം ഏത് കാര്യത്തിനും ആഹാരക്രമത്തിലാണെങ്കിലും പഴമക്കാരാണെങ്കിൽ അധികമൊന്നും കുറച്ച് കഴിച്ച് നല്ലതായിട്ട് വയറ് നിറച്ച് കഴിച്ചാലും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നന്നായിട്ട് പണിയെടുക്കും. ഇപ്പോഴത്തെ പുതിയ തലമുറക്കാരെങ്ങനാ വയറിന് എത്രയും ഇടയുണ്ടോ അത്രയും വരെ വയറ് വീർപ്പിച്ച് വയറ് തെക്കി ഒന്ന് കുലുക്കിയൊക്കെ വയറിനകത്ത് കൊള്ളിച്ച് നിറച്ച് വെച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അതാണ് ഇന്നിപ്പം എല്ലാവർക്കും അസുഖമായിട്ട് ഇരിക്കുന്നത്. അതല്ല എങ്കിൽ പകുതി വയറ് നിറച്ചിട്ട് നന്നായിട്ട് ജോലി എടുക്കുവാണെന്നുണ്ടെങ്കിൽ പണ്ടെന്നൊക്കെ പറഞ്ഞ എന്നാ പറമ്പിലൂടെ നടന്ന് എന്തൊക്കെ ഇതാണ് ചേന, കാച്ചില്, നനകിഴങ്ങ്. ഞങ്ങളുടെ അച്ഛനുള്ളപ്പം നനകിഴങ്ങ് ഇടുവായിരുന്നു, കാച്ചിലിടുവായിരുന്നു, ചേന ഇടുവായിരുന്നു. കടമ്പയ്ക്കത്തൂരി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. എന്റെ പൊന്നെ, അത് കിളച്ചച്ചനങ്ങോട്ട് എടുക്കുമ്പോ നിറയെ ഒറ്റ വേര് പൊക്കുമ്പോ അത് നിറച്ച് കിഴങ്ങുകളാ. അതും എല്ലാം ഇഷ്ടംമാരി ഇട്ട് നമ്മൾ അതൊക്കെ പുഴുങ്ങിയൊക്കെ തിന്നും. അതിന്റെയൊക്കെ ഗുണം ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടല്ലേ. എപ്പോഴും ആവെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. ഇനിയുള്ള തലമുറ, അതായത് നമ്മുടെ മക്കള്, അവരുടെ തലമുറ, അവരുടെ മക്കള്, അവർക്കൊക്കെയാണ് സുഖലോലിപത ശരിക്കും പറഞ്ഞാലേ. നമ്മൾ കുറച്ച് സുഖം എടുക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പിള്ളേര് അതുക്കും മേൽ സുഖം എടുത്തോണ്ടിരിക്കുക. നമ്മളാണ് ചീത്തയാക്കുന്നത്, നമ്മളാണ് എല്ലാത്തിന്റെയും കുഴപ്പം. അച്ഛനമ്മമാരാണ് എല്ലാത്തിന്റെയും കുഴപ്പക്കാരല്ലേ. അവരെ പണിയെടുപ്പിക്കത്തില്ല, അവരെ ഒന്ന് എക്സസൈസ് ചെയ്യിക്കത്തില്ല. അതൊക്കെ പോട്ടെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഇതിലോട്ട് വരാം. അപ്പൊ പഴമക്കാരെന്ന് പറഞ്ഞാൽ അവരങ്ങനാണ്. പറമ്പിലൂടെ ഒക്കെ നടന്ന് ഇന്നും നമ്മുടെ ഇതിനകത്ത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് അങ്കമാലി ചേച്ചി, ചേച്ചിയും ചേട്ടനും കൂടെ പറമ്പിലൂടെ നടന്ന് സ്വന്തമായിട്ടാണ് എല്ലാം അധ്വാനിച്ച് സ്വന്തമായിട്ട്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവർ നന്നായിട്ട് നടക്കട്ടെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു നല്ലൊരു നിമിത്തം തന്നെ അല്ലേ. അപ്പം അന്ന് അമ്മയൊക്കെ എന്നാ ചെയ്തോണ്ടിരുന്ന പുരികം കറക്കം. അമ്മയുടെയൊക്കെ പുരി നല്ല അടിപൊളിയല്ലേ. വയസ്സ് 81 പുരികക്കാൾ കട്ടയായിട്ടായിരിക്കുന്നത്. എന്താ കാരണം? ചിരട്ട. നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഇത് എല്ലാവരും ഇത് ചെയ്യും കേട്ടോ. നിങ്ങളുടെ പുരികത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഇടയൊക്കെ ഉള്ളതില്ലേ, ഈ അധിക രോമയില്ലാതെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്ന് കട്ടിയില്ലാത്ത പുരികം, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റും ഇത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ചിരട്ട കരിച്ചിട്ടുള്ള ചിരട്ടക്കരി ഞാനിപ്പം ഇത് കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിരട്ട കരിച്ചതിൻ്റെയാണ്. ഇത് കണ്ടോ, ഇത് ചിരട്ടയാണ്. അതിന്റെ ഈ ഒരു ചിരട്ട അങ്ങോട്ട് അടുപ്പത്തോട്ടിടുക. അത് നന്നായിട്ട് കരിച്ച് തലേദിവസം അങ്ങ് കരിച്ചങ്ങ് വെക്കുക. ഇത് തലേദിവസം ഇന്നലെ കരിച്ചതാ. അപ്പൊ അത് ഇങ്ങനെ അങ്ങോട്ട് കരിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് നന്നായിട്ട് പൊടിക്കണം. ആ പൊടിയാണ് നന്നായിട്ട് നമുക്ക് വേണ്ടിയത്. ഇതിനെ പൊടിച്ചെടുക്കണം നമുക്ക് കേട്ടോ. ഇത് പൊടിച്ചെടുത്തിട്ട് ഞാൻ പറയാം. പൊടിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചേക്കുന്ന സാധനം ഇടികല്ല്. നിങ്ങൾ പൊടിക്കുമ്പോ മിക്സിയിലൊക്കെ പോയി പൊടിച്ചേക്കല്ല. മിക്സി കളഞ്ഞാൽ ഞാൻ ഉത്തരവാദിയൊന്നുമല്ല കേട്ടല്ലോ.
ഇതേലോ പിന്നെ അരകല്ലില്ലേ അതിന്റെ ഒരു സൈഡില് അരകല്ലിന് നടുക്കിട്ട് വേണ്ട ഒരു സൈഡിലിട്ട് നന്നായിട്ട് ഇതാക്കുക. ഇത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വെക്കുമ്പോഴേ അത് പൊടിഞ്ഞു തന്നെ കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ 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 ഒന്ന് നന്നായിട്ട് അമർത്തി അങ്ങോട്ട് പൊടിക്കുക. അത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അല്ല സമയം കൊടുത്തില്ലേ, പൊടിച്ചിട്ട് കാണാം. അപ്പൊ നമ്മള് ഇതിനെ നന്നായിട്ട് തന്നെ പൊടിച്ച് എടുത്തു കണ്ടോ. അപ്പം വേണ്ടിയവർക്ക് ബഡ്സ് ഒക്കെ എടുക്കാം കേട്ടോ. ബഡ്സ് എടുത്താണേലും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. പക്ഷെ നമുക്ക് ഞാൻ കൈകൊണ്ട് തന്നെ എഴുതാം. നമ്മുടെ പണ്ടത്തെ പഴമക്കാരൊക്കെ എങ്ങനെ എഴുതുന്നത്? ബഡ്സ് ഒക്കെ അന്നുണ്ടോ? അവരൊക്കെ കൈയുടെ വിരലിട്ട് ഈ കുഞ്ഞിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എഴുതും. അപ്പൊ ഇതിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ ആവണക്കെണ്ണ. ആവണക്കെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ആവണക്കെണ്ണ എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന്. സൂപ്പറായിട്ട് നമ്മുടെ തലമുടി വളരും. പക്ഷെ ഞാൻ തൊടാത്തില്ല കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള സാധനമാണ്. അതുകൊണ്ട് വേണ്ട, ഇതിനൊന്നും നമ്മളാരും പോണ്ട. ഭയങ്കരമായിട്ട് പ്രശ്നക്കാരനാണ് ആവണക്കെണ്ണ. അപ്പം ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവണക്കെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുഴയുന്ന പരുവത്തിൽ കേട്ടോ. ഒന്ന് ഒഴിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇത് നല്ല കട്ടിയുള്ള തിക്നെസ് ഉള്ള എണ്ണയാണ് ഈ ആവണക്കെണ്ണ. അത് മുടിക്ക് ഗ്രോത്ത് വളർത്തുക. അതായത് നമ്മുടെ പുരികത്തേലൊക്കെ ശരിക്കും കൊഴിഞ്ഞു പോയ പുരികത്തിന് കട്ടി വളരാന് ഗ്യാപ്പുള്ളിടത്ത് ഗ്യാപ്പ് നികത്താന് ഒക്കെ ഉള്ള സാധനമാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ഈ ആവണക്കെണ്ണ വെച്ചുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മള് നന്നായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക പുരികത്തെ കണ്ടോ. ഇങ്ങനെ നന്നായിട്ട് നല്ല ഒത്തിരി കട്ടി വേണ്ട. നിങ്ങളുടെ പുരിക എത്ര വീതി കുറച്ചാണോ അത്രയത്തിന്റെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് പുരികത്തെ എഴുതി കൊടുക്കണേ. നോക്കിക്കേ. ഞാൻ എൻ്റെ മോന് ഇതല്ല കൺമഷി വെച്ചേ നല്ല വൃത്തിയിൽ എനിക്ക് എഴുതാൻ അറിയായിരുന്നു. കൺമഷി വെച്ച നല്ല വൃത്തിയിൽ അവന്റെ പുരിക എഴുതി കൊടുത്തതാണ്. പക്ഷെ കൺമഷി വെച്ചൊന്നും പുരികമൊന്നും ശരിക്കും വരത്തില്ലല്ലോ. ഇങ്ങനെ കട്ടി നന്നായിട്ട് എങ്ങനെയുണ്ട്? ഇനിയിപ്പോ ഒരു തലയിൽ ഒരു ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഥകളിക്ക് പോവാല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? കറക്റ്റ് ആ പുരികം വളരുന്ന അതേ രീതിയിൽ തന്നെ എഴുതി കൊടുക്കണം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് എഴുതുന്ന കറക്റ്റായിട്ട് ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ പുരികം കറുത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ തേച്ച് 30 മിനിറ്റ് നമ്മൾ ഇരിക്കണം. ഇത് തേച്ചിട്ട് നമ്മുടെ അകത്തൂടെ നടന്നാൽ മതിയല്ലോ. പുറത്തൂടെ പോയാലും കുഴപ്പമൊന്നുമില്ല. ആരെന്നാ പറയാ, നമ്മളെ എന്നാ പറയാനാ അല്ലെ? അപ്പം അത് എന്താണേലും ഇലക്കൂടൊക്കെ നടന്നാലും 30 മിനിറ്റ് നമ്മൾ മാക്സിമം ഇരിക്കണം. ഇരുന്നിട്ട് വെറുതെ ഒരു തുണി വെച്ച് അങ്ങ് തൂത്ത് കളയുക. തൂത്ത് കളഞ്ഞു കഴിയുമ്പോ നമുക്ക് ആ ഒറ്റ ദിവസം തേച്ചതിന്റെ തന്നെ റിസൾട്ട് അറിയാം. പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ചിതങ്ങ് തേക്കുക. അത് ഒരു ടിപ്സ്. ഇതൊരു ടിപ്സ്. പിന്നെ എനിക്കറിയാവുന്ന ടിപ്സാണ് ഇത്. അമ്മ പറഞ്ഞു തന്നിട്ട് അമ്മയ്ക്കൊക്കെ ചെയ്ത കാര്യം. അമ്മയുടെ അമ്മ ഇവർ പ്രായമായപ്പോഴത്തേക്കും ഇവർക്ക് അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങളുടെയൊക്കെ പുരികം വളർന്നത് ഞാൻ ഇങ്ങനെയാണ്. ഇന്നിപ്പോ അല്ലേ ഈ കൺമഷിയും അതുമൊക്കെ കണ്ടുപിടിച്ച കൺമഷി തന്നെയോ ഇപ്പൊ എന്താ മറ്റേ സുന എന്നായിരുന്നു എന്റെ പേര് പോലും എനിക്കറിയാം. ഞാൻ എഴുതാറില്ല. കാജല് അല്ലെ? കാജല് കണ്ണിനകത്ത് എഴുതാന് ഞാൻ ജനിച്ചിട്ട് അമ്മ എഴുതിച്ചല്ലാണ്ട് ഞാൻ കണ്ണെഴുതിയിട്ടേ ഇല്ല. എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് എഴുതിക്കാണെന്നൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാരും എഴുതി ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്കിഷ്ടമില്ല. എനിക്ക് തേക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഒരുങ്ങി നടക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കണ്ണൊക്കെ എഴുതി ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും. പക്ഷെ എനിക്ക് എഴുതുന്ന ഇഷ്ടമില്ലാന്നുണ്ട് കേട്ടോ. അല്ലാതെ പെണ്ണുങ്ങളല്ലേ എല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരികളായിട്ട് നടക്കണം. ഞാനിപ്പോ ഈ ടിപ്സ് ഒക്കെ ചെയ്യുന്നില്ല എന്തിനാ? നമ്മൾ ഇതാകാൻ വേണ്ടിയിട്ടല്ലേ, എല്ലാവരെയും കാണിക്കാനും സ്വന്തമായിട്ടുള്ള ഇതിനും വേണ്ടിയിട്ടല്ലേ. അപ്പം ഇത് 30 മിനിറ്റ് എഴുതിട്ട് തൂത്ത് കളയണം. അടുത്ത ടിപ്സ് പറഞ്ഞില്ലല്ലോ, വായിക്കാത്ത നാക്കിടത്തില്ല. പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞു. അടുത്ത ടിപ്സ് ഇതിപ്പം നിങ്ങൾ പകൽ ഇത് ചെയ്തിട്ട് രാത്രി കിടക്കുമ്പോഴത്തേക്കും ഈ ആവണക്കെണ്ണ കറക്റ്റായിട്ട് ഇതുപോലെ ആവണക്കെണ്ണ മാത്രം നമ്മുടെ പുരികത്തേല് എഴുതുക.
പിറ്റേ ദിവസം അത് തന്നെ പൊക്കോളൂല്ലോ. പിറ്റേ ദിവസം കുളിക്കുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ പൊക്കോട്ടെ. അതുപോലെ ഡെയിലി രാത്രി കിടക്കുമ്പോൾ ഒറ്റ മാസം നിങ്ങൾ യൂസ് ചെയ്തേ, ഉടനടി പൊഴിഞ്ഞു പോയ പുരികം ഉള്ള പുരികം കട്ടിയായിട്ടും എല്ലാം നമുക്ക് വളരുന്ന കാണാം. അപ്പൊ നമുക്കിത് 30 മിനിറ്റ് ആകുമ്പോ തുടച്ചു കളഞ്ഞിട്ട് വരാം. അപ്പൊ 30 മിനിറ്റ് ആയി, നമ്മളിത് തുടച്ചെടുത്ത് നോക്കിക്ക്. ഇപ്പൊ തന്നെ വ്യത്യാസം അറിയത്തില്ലേ, നന്നായിട്ട് തുടച്ച്. അപ്പൊ ഇത് ഡെയിലി തേക്കുമ്പോഴത്തേക്കും നല്ല ഒരു വ്യത്യാസം വരും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ അല്ലേ? നിങ്ങൾ എല്ലാരും എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നോ? അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ്, ഇത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പൊ ഇന്ന് തന്നെ ആ ടിപ്സ് അങ്ങ് എടുത്തിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.